എന്താണ് ഈ പറ്റിയെന്നുള്ളതാണ് എനിക്ക് അറിവിടാത്തത്. അവിടെ പ്രാർത്ഥനയും പൂജയും യോഗയും എന്തൊക്കെയോ പരിപാടികൾ. എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിനറിയാം, പണ്ടത്തെ പോലെ ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ല. 24 മണിക്കൂറും പ്രാർത്ഥന. എനിക്ക് തോന്നുന്നത് നമ്പറായിരിക്കും. കാരണം പളനി പോണെന്ന് പറഞ്ഞില്ലേ, വല്ല തമിഴത്തെയും നോക്കി വെച്ചിട്ടുണ്ടാവും. പോളിട്ടൊന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. അതിന്റെ ആവശ്യമൊന്നും അമ്മാവനില്ല. പിന്നെ ഒരു മനുഷ്യന് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? അയാളതെ ഇയാൾ ശരിയാക്കി എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാനും അതാ ആലോചിക്കണേ. നമുക്കൊന്ന് പേടിപ്പിച്ചാലോ? എന്ത് പേടിപ്പിക്കാൻ? ഞാൻ ആത്മഹത്യ എന്ന് പറയാം. പിന്നെ അതുകൊണ്ടായപ്പോൾ വലിയ കാര്യം തന്നെ. ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ അതൊന്നും നോക്കൂല. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ഈ കനകനും അവിടെ അമ്മയൊന്നും അറിഞ്ഞില്ലേ ഇത്? പിന്നെ അറിയാണ്ടാ. അമ്മ കരച്ചിലോട് കരച്ചില്ല. അമ്മ പറഞ്ഞു കേട്ടില്ലേ, നല്ലോണം പറിച്ചു നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി, സമ്മതിക്കണ്ടേ അമ്മാവൻ? അമ്മ പറയണത് എന്ത് ചെലവായാലും വേണ്ടിയില്ല, അവനൊന്ന് മാറ്റിയെടുക്കും. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ചോദിക്കണേ. ചെലവ് കുഴപ്പമില്ലാന്ന് പറഞ്ഞോ? ചെലവ് കുഴപ്പമില്ലാത്തതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ ഏറ്റവും നിന്റെ അമ്മാവനെ മാറ്റിയെടുക്കാന്നുള്ളത് ഇപ്പം എൻ്റെയും കൂടെ ആവശ്യമാണ്. എനിക്ക് അല്ലെങ്കിൽ സ്വത്തൊക്കെ എഴുതി വേറെ ആർക്കെങ്കിലും കൊടുക്കും. സ്വത്ത് പോണതിലല്ല, അമ്മാവൻ എങ്ങനെയെങ്കിലും ശരിയാവണം ക്ലീറ്റോ. അമ്മാവൻ ശരിയായാലേ സ്വത്ത് നമുക്ക് കിട്ടുള്ളൂ. അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. പൈസ ഇച്ചിരി ചിലവാകും. അമ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നും നോക്കാനില്ല. ബാക്കി ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് പറയും? ഞാൻ പറഞ്ഞുതരാം. സാറുണ്ടോ? ഇവിടെ അകത്തുണ്ടാവും. എന്താ ഇത് മിലിറ്ററിയാ. മിലിറ്ററി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പാടും. സാറേ സാറേ ഓ മുരളി മുരളി, ഞാൻ വിചാരിച്ചിട്ട് സാധനം കിട്ടിയില്ലേ എന്നുള്ളൊരു സംശയമായിരുന്നു. സാർ പറഞ്ഞ സാധനം തന്നെ. നമ്മുടെ ഗോപിയാശാന് ഭക്ഷണത്തിനും വേണ്ട കൊടുക്കും. ഗോപിയാശൻ എന്ന് വരും നമ്മുടെ പാർട്ടിയുടെ. അപ്പോൾ പുള്ളിക്ക് അതാരേലും വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തൊന്നും വെച്ച് മദ്യ സൽക്കാരം വേണ്ട. ഈ ബുദ്ധി മാറിയിട്ട് പല അക്രമങ്ങളും ചെയ്യും നമ്മൾ. പിന്നെ പൈസ ഞാൻ പോയിട്ടങ്ങ് തരാം. ഇനി മേലെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചങ്ങോട്ടൊന്നും കൊണ്ടുവരരുത്. കൊണ്ടുവരില്ല സ്വാമി. എൻ്റെ അമ്മാവാ, ഈ ഗോപി ആശാൻ എന്നൊരു സൽക്കാരം കൊടുക്കണം എന്തിനാണെന്നറിയാം? എനിക്ക് ഗോപി ആശാനെ കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കണം. അത് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ചില്ലറ കാശ് തടയും. ഹരഹരോ ഹരഹര. ഇവൻ്റെ ബുദ്ധി ഇനിയും മാറില്ലല്ലോ ഭഗവാനെ. ഈ കാശിനോടുള്ള ആക്രാന്തം ഒന്ന് നിർത്തിക്കൂടെ ക്ലീറ്റസ്? കണക്ക് അമ്മാവൻ അതൊക്കെ അങ്ങ് നിസ്സാരമായിട്ട് പറയാൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മാവ ഒരു ഇല ഇട്ടിട്ട് അതിൽ ചോറ് വിളമ്പിയിട്ട് ഒരുത്തനോട് കഴിക്കാൻ പറഞ്ഞാൽ വയറ് നിറയുമ്പോൾ അവൻ എന്ത് മതിയാക്കും. എന്നാൽ ആ ഇലയിലോട്ട് ചോറിന് പകരം കാശിട്ട് നോക്കി അവന് ഒരിക്കലും നിറയില്ല. ഇതിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. കാശിന് കാശ് തന്നെ വേണം. ഈ ഒരിക്കലും നേരാവില്ല. അവൻ ഇങ്ങനെ ഇപ്പം നേരമായല്ലോ. അതെ, ഒരു അബദ്ധം പറ്റി ക്ലീറ്റോ. ഈ ചിക്കൻ എന്നോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ചിക്കൻ ഞാൻ പുരട്ടാൻ പറഞ്ഞു, ഫ്രൈ ചെയ്യാനും പറഞ്ഞു. ഒരു രക്ഷയോട് ഞാനടുത്ത് വറുത്തരച്ച് വെക്കാൻ പറഞ്ഞോന്നൊരു തോന്നല്. അല്ല, അത് ഗോപിയാശാൻ ഇതാ ഇഷ്ടമുള്ള. അപ്പൊ ചെമ്മീൻ എന്ത് ചെയ്ത്? ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് മുഴുവനോടെ. പക്ഷെ ഒരു അബദ്ധം പറ്റി ക്ലീറ്റോ. ഒരു ഇച്ചിരി ഉപ്പ് കൂടി പോയോന്നൊരു സംശയം. അതെ, ഈ ഇറച്ചി മീനൊന്നും ഈ അകത്ത് വെച്ച് ഭക്ഷിക്കല്ലേ നിങ്ങൾ? എന്തിനാ ഈ ഇറച്ചി മീനൊക്കെ തിന്നാണ്? ഈ മൃഗങ്ങളുടെ ഇറച്ചി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൃഗീയമായ വാസന വരും. നമുക്ക് ഭക്ഷിക്കാനല്ലേ ദൈവം കായികനികൾ തന്നിട്ടുള്ളത്. എന്തോരം പച്ചക്കറികളുണ്ട്, അതൊക്കെ കഴിച്ചൂടെ? അതെ, ഗോപി ആശാനെ സൽക്കരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ്, അല്ല ഞങ്ങൾക്ക് കഴിക്കാനല്ല. എനിക്ക് ഇതൊന്നും പറ്റില്ല. എനിക്ക് കഞ്ഞിയും ചമ്മന്തി മതി. അല്ല, അമ്മാവന് കഞ്ഞിയും ചമ്മന്തി വെച്ചിട്ടുണ്ട്. കുത്തിരി കഞ്ഞി ചമ്മന്തി. അതെ ക്ലീറ്റോ, മറ്റേ അമ്മാവന്റെ ചമ്മന്തി കഞ്ഞിയും കൂടിയേ ആ ചിക്കന്റെ പാത്രത്തിന്റെ ചുമന്ന മൂടിയുള്ള പാത്രത്തിന്റെ അപ്പുറത്താട്ടോ വെച്ചിരിക്കണേ. അയ്യോ, അതൊന്നും അവിടെ വെക്കല്ലേ. എന്റെ ഭക്ഷണത്തിന്റെ അടുത്ത് ഈ വക വൃത്തികെട്ട ഒന്നും വെക്കരുത്. അതൊക്കെ മാറ്റി വെക്കൂ. അല്ല, തൊട്ടിട്ടില്ല. അത് മാറ്റി വെക്കി തങ്കം. ക്ലീറ്റോ, ആ കഞ്ഞിയും ചമ്മന്തി ഒരു ഇച്ചിരി അങ്ങനെ നീക്കി വെച്ചേക്ക. ആ ചിക്കൻ പെരട്ടേന്റെ അടുത്താ വെച്ചിരിക്കണേ. അവിടെ വെക്കണ്ട. അമ്മാവാ, അഥവാ എങ്ങാനും ഞങ്ങൾ വരണേന് മുന്നേ ഗോപിയാശം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. എന്തോ അതിനിടയ്ക്ക് നോക്ക്. ചിക്കൻ കട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ കുറച്ചുകൂടെ കഴിച്ചു. എണ്ണ പോയി, അതൊന്നും തുടച്ചു കൊടുത്തേ.
ഇറച്ചി കൊണ്ട് എടുത്തിട്ട്. നക്കാൻ സമ്മതിക്കും. അതെ മഴ വരുന്നുണ്ട് കുട എടുക്കാൻ മറക്കണ്ട. അയ്യോ കൊട എടുത്തോ. ആ ചെമ്മീൻ എവിടെ നിന്ന് മേടിച്ചു ക്ലീറ്റോ? ചെമ്മീൻ നമ്മുടെ ഹുസൈനല്ലേ? അധികം വഴുകണ്ട, നേരത്തെ വരണം. നിങ്ങൾ ഈ പറയുന്ന ഗോപി ആശാനെ സൽക്കരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആ നല്ല എരിവുണ്ടമ്മ. ഹുസൈൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു നല്ല ചെമ്മീൻ വരുമ്പോ പറയാം. സൂപ്പർ ചെമ്മീനായിരുന്നു. ചിക്കനാ പൊളി. വാതിലൊക്കെ തുറന്ന് കിടക്കണം. ഇങ്ങോട്ട് കേറിക്ക. തല നനയ്ക്കാതെ നോക്ക്. കൈ നനഞ്ഞാണോ കുഴപ്പം നിനക്ക്? ഓ തള്ളി ഇടുക തന്നെ. നിനക്ക് ആ സാരി ഇട്ട് തല ഇട്ടു റെഡി. ഒരു ചെറിയ കൊടയുണ്ട്. വിചാരിച്ച കാര്യം നടന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ സംഭവിക്കും. പളനി വഴി ഹിമാലയത്തിൽ പോയിട്ട് ആണ് കിടക്കണ കിളമ്പ് നോക്കിയിടുന്നു. അതെ, ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പറച്ചില്ല. ഞാൻ എല്ലാം ത്യജിച്ച് ദൈവത്തിൽ അർപ്പിക്കാൻ പോവാണ്. അതിനെ നല്ല മനസ്സുറപ്പ് വേണം. കണ്ടില്ലേ ഇതുപോലെ കോഴി ഇറച്ചിയുടെ വെച്ച് മദ്യം കണ്ടപ്പോൾ കൈവിട്ട് പോയി. പാവം. അമ്മാവാ അമ്മാവോ Alien versus Alien.